നീ എന്തോർമ്മയിലെ രമയുടെ പേര് പറഞ്ഞു? നിനക്ക് ആകെയുള്ള കൂട്ടം അവളെ നീ പോലീസിലേൽപ്പിച്ചു. पर हो सकता है, क्या पता वही हो, क्योंकि हो सकता है इस लड़की को ഒരായിരം तो उसने कभी देखा भी नहीं था, तो कैसे उड़ता करेगा, पहचाना उसने फिर? आगे पुलिस में पुलिस थाने പറഞ്ഞ ദിവസം തന്നെ ആയിരുന്നു ചേട്ടൻ്റെ കസിൻ്റെ കല്യാണം. ഞങ്ങൾ തലേ ദിവസം തന്നെ തൃശ്ശൂർക്ക് പോയി. സാറിന് എൻ്റെ അമ്മയായിട്ട് രമാത്ര രസം ഇവിടെ കല്യാണമായിരുന്നു ആളയില്. എനിക്കിന് മുമ്പ് എന്തായിരുന്നു പണി? വണ്ടിപ്പണി തന്നെയായിരുന്നു. वही ड्राइवर है ये। अच्छा, दोनों नहीं क्या करते काम? हो सकता है इन दोनों ने मिलकर किया होगा किडनैप, नहीं? ചില ടൈം അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചറിയാൻ പറ്റും. സ്ഥിരമായി കാണാത്ത അവൾ മറന്നു പോവുകയും ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കള്ളം കയറിയായിരുന്നു. CCTV വിഷ്വലിൽ കണ്ടത് കയറിയായിരുന്നു. എന്നിട്ട് നിങ്ങളെന്താ പോലീസ് കംപ്ലൈന്റ് ആയിരുന്നു? പൊളിറ്റിക്കൽ പ്രഷറാണ്. പോലീസിന് ആകെയുള്ള ലീഡ് ഈ ഛായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിങ്ങളുടെ വൈഫ് ഫോളോ ചെയ്യുന്നതിൻ്റെ CCTV വിഷ്വലാണ്. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് क्या करेगा अभी? ഇന്ന് തന്നെയാണോ സർ? നാമത് കൊള്ളാൻ പറഞ്ഞു. താങ്ക് യു സർ. കാര്യം കൂടെ പറയാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല. हैं अरे सिर्फ सोचती है वो. अच्छा, ओ बयान करके ऐसे क्या सोचता है अभी? മോളെന്ത് ചെയ്യുന്നു? മോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഈ പരിസരങ്ങളിലേക്ക് ടൂറിസ്റ്റുകളായി വന്നിട്ട് മിസ്സിംഗ് ആയ പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുക്കണം. എടുക്കാം സാർ. സാർ അതിന് കുറച്ച് സമയം വേണം. ഒരു സൈക്കോളജിസ്റ്റ് മീര യശോധര അറിയാം. അറിയാം സാർ, ക്രിമിനൽ സൈക്കോളജിസ്റ്റ് അല്ലേ? അതെ അതെ അതെ. നമുക്ക് അവരെ ഒന്ന് വിളിക്കണം. क्रिमिनल न्यूरोलॉजिस्ट है. എന്തോ കുറവുണ്ടല്ലോ. ആണോ? എനിക്കും തോന്നി. കടുക് പൊട്ടിച്ചില്ല. जिम्नी കല്യാണം കഴിക്കണമെന്ന് ആവശ്യം പറഞ്ഞപ്പോൾ മദർ സമ്മതിച്ചു. ഞാൻ വരച്ച സൂര്യകാന്തി ചെടിയുടെ ചിത്രം കണ്ട് റോയ്സ് എന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. ये मतलब रिकॉर्ड करती है अपनी वॉइस? അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്ത് കാണില്ല. ഛായ പരിചയമുണ്ടെന്ന് റീത്ത് പറഞ്ഞിരുന്നു. മാത്രമല്ല ഛായയുടെ ഹോസ്റ്റൽ പരിസരം റീത്തു എല്ലാ ദിവസവും വോയിസ് റെക്കോർഡ് ചെയ്യാറില്ലേ? ഇല്ല, എല്ലാ ദിവസവും ചെയ്യാറില്ല. ണ്ടോ? വോയിസിലുള്ള സൺഫ്ലവർ പെയിന്റ് ചെയ്തത് അത് കഴിഞ്ഞാണല്ലേ? റീത്തു എന്തുകൊണ്ടാണ് ഇപ്പോഴും ബൂഗെയിൻവില്ല മാത്രം വരയ്ക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. अच्छा, बार बार जाती हूँ. കൃത്യമായിട്ട് പറഞ്ഞ 7 തവണ. क्यों जाती है? 7ാം ई बैग യെസ്, അത് റീത്തുവാണ്. ഛായയും രമയും സംസാരിക്കുന്നത് കണ്ട്
प्रेमा थी उस दिन, है ना? लग रहा मुझे नौकरानी होगी അത് രമയെല്ലാം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. है। अच्छा रेमा नहीं थी वो, उसमें चैनल दिख रहा फिर। പ്ലാസ ക്രോസ് ചെയ്യുന്ന ഫോട്ടോ അത്. अच्छा फोटो में दिख रहा है कि गए थे वो शादी में। तो ये इसने सोचा होगा, ये उसे याद आने वाला था शायद। ठीक है। अरे इसी ने क्या वो किडनैप किया है उसे? എൻ്റെ സാറ് നാട്ടിലെ പോലീസും ബുക്കാറൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ മലമുട്ടിലേക്ക് കെട്ടിയെടുത്ത്. ഇവിടെ ഇത് തന്നെ സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അമ്മ എന്നോട് എന്തൊക്കെയാ ചോദിച്ചെന്നറിയോ? സാർ അവർക്ക് നല്ല പേടിയുണ്ട് മാഡത്തിന്. എനിക്ക് പോലീസിനെയും പേടിയുണ്ട്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നതാണെന്ന് കരുതിയാൽ മതി. അവളാണെങ്കിൽ രമയില്ലാത്തതുകൊണ്ടൊരു വല്ലാത്ത माफी मांग लेते उससे। നീ എന്താ വെച്ചാൽ തീരുമാനിക്കും. ये मर गया वही कौन है? चोर, चोर मर गया शायद, वही चोर था शायद। अच्छा इसी ने तो मारा इसकी बीवी ने, इसी की बीवी की होगी शायद, वो लग रहा। കൊള്ളാല്ലേ? നല്ലതാ. എന്റെ ബ്രേസ്ലെറ്റ് അവിടെ? അത് കാണാതെ വേച്ചി. അന്ന് നമ്മൾ ഒത്തിരി തപ്പിയിട്ടും കിട്ടിയില്ലല്ലോ. സാറ് പിക്കപ്പ് ആയിട്ടില്ല ഫാം ഹൗസിൽ പോയത്? ഇനി അവിടെ എങ്ങാനും പോയതായിരിക്കും. നമുക്കിന്ന് അവിടെ വരെ ഒന്ന് പോയാലോ? ബിജുവിനെ വിളിക്കാം. അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. वहीं चलेगा ना सर्विस सेंटर में शायद। अच्छा ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയായിരുന്നു എന്ന് ചോദിക്കാവോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ വഴിയില്ല മാഡം. വഴിയുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആ വണ്ടി പറഞ്ഞോ. है, ऐसे कैसे कर रहे बात? चालाक लग रहे दोनों, है ना? കഴിഞ്ഞ ആഴ്ചയായിരുന്നു. डेट पता ही नहीं है। ഓണർ റോയ്സ് തോമസ്. യെസ്. अच्छा നമുക്ക് ഇറങ്ങിയാലോ? सर्विस लाने के लिए कौन गया था फिर? सर्विसिंग के लिए नहीं आई थी वो, मतलब उसके हस्बैंड ने झूठ बोला, मतलब നൈറ്റാണ്. तो उसके हस्बैंड ने कहीं और ले आई थी कार, मतलब ഡോക്ടറുടെ ഭാര്യയുടെ കൈമ കിട്ടുന്ന ചെയിൻ ഇവിടെ ഇവിടെ ഞാൻ മിസ്സായി. എന്തായാലും ഞാൻ നടഞ്ഞ അത് നീ എന്നോട് ചോദിക്കുന്നത്? നീ കള്ളു പിടിച്ച് ബോധം गाड़ी चलाती है वो, എടാ എൻ്റെ ബോധവും പോയിട്ടില്ല, എനിക്ക് ആളും മാറിയിട്ടില്ല. ഇനി നിനക്ക് എന്തെങ്കിലും खुद चलाती है मतलब कार। ओ वीडियो दिखा रहा है। ओ प्रैंक करिए, ये देख। അതാണ് हाँ, चला तो वही रही थी। अब ये देख रहे उसे यकीन नहीं हो रहा है, सब हैरान हो गए। इसको तो घर में बांध के रखना चाहिए। രമേ പ്രീത്തുന്തി മുറിയിലുണ്ട് സാറേ. कहीं इसका हस्बैंड कुछ गड़बड़ तो नहीं कर रहा?
पता नहीं, लग रहा है मुझे। कुछ छुपा रहा होगा वो उससे, सबसे। पता नहीं क्या कर रहा है वो। എന്നാ പറ്റി? നമ്മുടെ കാർ എവിടെയാ സർവീസിന് കൊടുത്ത റോയ്ച്ച? അവളെ പറഞ്ഞല്ല, നമ്മുടെ വണ്ടിയിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ. कौन के निशान थे कार में? अरे जिस दिन इसको चोट नहीं लगी थी सर। अच्छा, उस दिन की बात कर रहा सर। എങ്ങനെ അറിയാം? എനിക്ക് കാർ എന്നാ പ്രശ്നം? റോയ്ച്ചൻ തന്ന ബ്രേസ്ലെറ്റ് നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. अच्छा, ये चोर ने, ओहो, ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടതാണ്. നീ हमला किया उस चोर ने। ഈ ബെഡ് ലാമ്പ് പുതിയത് നീ ഓർക്കാത്തോണ്ടാ. എനിക്ക് തലകറങ്ങൂല. अच्छा, നീ അപ്പൊ तब इसने जलाई थी। ओ, ഇതെല്ലാം 1-2 തവണ ഞാൻ നിന്നോട് പറഞ്ഞത് പറയത്തു. റോയ്ച്ച സോറി. अब याद आ गया इस पुलिस वाले को। हाँ, याद क्या आ गया, उसने देख लिया। വീട്ടിലെ ജോലിക്കാരി രമയാണ് കണ്ടതെന്ന് പറഞ്ഞത്? അത് രമ ചിലപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നു കാണും. വീലാണ് കണ്ടതെന്ന് പറയുക. ഇപ്പൊ പറയുന്നത് റീതു ആണ് കണ്ടത്, രമ കൂടെ ഉണ്ടായിരുന്നു. റീതു മനഃപൂർവ്വം ഞങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ നോക്കാണോ സംശയമുണ്ട്? നിന്റെ ഭർത്താവിനെ വിളിക്കും. സർ, മാഡം വരും. റീതുവും ചായയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. മേ ബി റീതു ചായയുമായി കണ്ടുപരിചയം കാണും. അവർ തമ്മിൽ കാഷ്വലി എവിടെയെങ്കിലും വെച്ച്. ഇനി ഇതൊന്നും ആവണമെന്നില്ല. അവൾ ചായയെ ന്യൂസിൽ കണ്ടിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന കൺഫ്യൂഷൻസും ആവും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ദേ വരുവാ. क्या है ये? अबे क्या गिरा है? क्या हुआ? कुछ लिखा होगा इसने शायद। आई नो छाया कार्तिकेयन। ओ, जानती है उसे। पर कैसे जानती है उसे ये है कौन आखिर वो? फिर आ गया। ഋതുല്ലേ? ഉണ്ട്, വിളിക്കട്ടെ? വേണ്ട വേണ്ട, അവിടെ അല്ലേ മുറി. മുറിയിലുണ്ട്, പെയിന്റിംഗ് ആയിരിക്കും. എന്താ ഈ മുറിക്കൊരു പേര്? നിങ്ങളെ കണ്ട കാര്യം ചിലപ്പം മറന്നുപോയി കാണും. അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയാൻ ഒക്കില്ല. ഞാൻ ഡേവിഡ് കോഷൻ, തേനി ACP ആണ്. നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇല്ല സർ, അറിയില്ല. मना कर। ആരാ? ബ്രേസ്ലെറ്റോ? ദിസ് വൺ. ബ്രേസ്ലെറ്റ് എന്റെ കയ്യിലുണ്ട്. ഇതൊരു ഡെയിലി ദേഷ്യപ്പെട്ട് തുടങ്ങിയത്. ഡോക്ടർ, ആ ബ്രേസ്ലെറ്റിന്റെ ആക്ച്വൽ സംഭവം എന്താ? സാറ് നേരത്തെ കാണിച്ച ഇയാൾ തന്നെ ഇവിടെ കയറി.
ബ്രേസ്ലെറ്റ് അന്വേഷിച്ച് അവൾ വല്ലാതെ പാനിക്കാന്ന് കണ്ടപ്പം ഞാൻ അതേപോലത്തെ വേറൊരെണ്ണം മേടിച്ചു. നോ ഷീസ് ഫൈൻ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയതാ. ഓക്കെ. है चोट के निशान कैसे हैं से सीसीटीवी चेक करने के लिए वजन पे देख रही है. എന്നത്തിന് എപ്പോഴും ഈ ടബിൽ വെള്ളം പിടിച്ചു വയ്ക്കുന്നത്? സാരമില്ല സർ, ഞാൻ പറഞ്ഞില്ലേ ഋതുവിൻ്റെ സിറ്റുവേഷൻ. നിങ്ങളുടെ വൈഫിനെ ഞങ്ങൾ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നതല്ല. കാണാതായത് ഒരു പെൺകുട്ടിയല്ല, ഒന്നിലധികം പെൺകുട്ടി. ഛായ കാർത്തികിനെ പോലെ കാണാതായ ये बैंक ये लड़कियां भी मिसिंग हुई. Jennifer has been missing from September 20. ये बैंक ഋതു ഈ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഋതുയുടെ കണ്ടീഷൻ സിവിയർ ആകുമ്പോൾ 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി എവിടെയോ കൊണ്ടുപോകാറില്ലേ? ഡോക്ടർ മനു ഫിലിപ്പിനടുത്ത്. അത് താമസിക്കുന്നുണ്ട്. അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഈ പരിസരത്ത് താമസിക്കുന്ന സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ളവരുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ പരിപാടിയാണ്. ഋതു കൂടെ വരുമ്പോൾ മിക്കപ്പോഴും മരുന്നിൻ്റെ സെഡേഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായനയോ പെയിൻറ്റിങ്ങോ. इसी को बनाती रहती हूँ हमेशा. ന്യൂസിൽ കണ്ടതല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. റീത്ത് ഇവരാരെങ്കിലും കാണാൻ ചാൻസ്? इनविटाइज करना पड़ेगा. റീത്തുവിനെയോ മറ്റു പേഷ്യൻസിനെയോ ഡോക്ടർ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ട്. ഓക്കെ ആയിട്ടെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ശരി. എന്താ കാണണമെന്ന് പറഞ്ഞു? എനിക്ക് റീത്തുവിൻ്റെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഐ മീൻ, പക്ഷെ വേറെ നിവൃത്തിയില്ല. മാത്രമല്ല, നോ ഡെഡ് ബോഡീസ്, നോ ക്ലൂസ്, നോ റാൻസം കോൾസ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോലീസ് ആകെ. ഒരു കാര്യം പ്രത്യേകം നോക്കണം, മക്കളില്ല എന്നുള്ള കാര്യം മാത്രം പറയരുത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഒരു മെത്തേഡ്. അതിനെന്നെ ഹിപ്നോട്ടൈസ് ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്താൽ റീത്തുവിൽ നിന്ന് കൺസ്ട്രക്റ്റഡ് മെമ്മറീസേ കിട്ടും. എക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനിടയിൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയാം. സിമ്പിൾ. बच्चे ऐसे दिखा रहे हैं जैसे सच में होंगे. हैं जंगल में भाग रहे. अब आ रहा से याद. ऋषिका, पानी में गिर गए. कुछ नहीं पता भाई साहब. ഋതു ചെറുപ്പത്തിൽ വല്ലതും കണ്ടായിരിക്കും. പെൺകുട്ടികൾ അബ്സ്കോണ്ടിങ് ആയ സ്ഥലത്തൊക്കെ റീത്തുവിനെ ഒന്ന് കൊണ്ടുപോകണം. അവിടെ വെച്ച് എന്തെങ്കിലും. ശരി, അങ്ങനെ ചെയ്യാം. अब यार वो जगह है जहाँ से लापता हुई. ഇങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. റീത്തു ഇവിടെ വന്നിട്ടുണ്ടോ? कुछ नहीं आ रहा से याद.
എനിക്കറിയാം മേഡം. अब ये बता देगा ഏത് റിസോർട്ടാരാണ് ഇവരുടെ പെയിന്റിങ് വാങ്ങിക്കുന്നതെന്ന്? ഏതാണ് ആ റിസോർട്ട്? ഡോക്ടർ എനിക്ക് പെർ പെയിന്റിന് 1000 രൂപയൊക്കെ വെച്ച് തരാറുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മേഡം? ഹലോ ഡോക്ടർ. റുപ്പീസിന്റെ ഡീൽ. എനിക്ക് റീത്തുവിന്റെ പെയിന്റിങ്സ് ഒന്ന് കാണാൻ പറ്റുമോ? എൻ്റെ പേരിൽ എഴുതുന്ന പ്രോപ്പർട്ടിയാണ്. സാധാരണ ഏതൊരു കുട്ടിയുടെയും ഹീറോ സ്വന്തം അപ്പനായിരിക്കും.